ഹായ്, ജോഷി ചള്ളിയിൽ എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. ഇന്ന് നമുക്ക് ടൈൽസിൽ ഉണ്ടാകുന്ന ക്രാക്കുകൾ എന്താണ് അതിൻ്റെ റീസൺ അത് നോക്കിയാലോ. ഇപ്പോൾ പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 5ാം നിലയിൽ 3ാം നിലയിലുള്ള ഫ്ലാറ്റുകളിലെ ടൈലുകളൊക്കെ ഭയങ്കര ശബ്ദത്തോടെ പൊട്ടിപ്പൊളിയുന്നതായിട്ട്. എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ല മേസൺ സ്കിൽഡ് ടൈൽ ആപ്ലിക്കേറ്റർ ടൈൽ ഒട്ടിച്ചാൽ പോലും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സാധാരണ ബിൽഡിങ്ങിനുണ്ടാവുന്ന സ്ട്രക്ചറൽ മൂവ്മെന്റ് ആണ് പ്രധാനമായിട്ടും ടൈലുകൾക്ക് ക്രാക്ക് ഉണ്ടാക്കുന്നത്. ഒരു നല്ലൊരു സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്ത് ബിൽഡിംഗ് ആണെങ്കിൽ പോലും അതിനകത്ത് മൂവ്മെന്റ് വരാറുണ്ട്. അപ്പോൾ ആ ഡിസൈൻ മൂവ്മെന്റ് അലോവൽ ലിമിറ്റിലാണെങ്കിൽ നമുക്ക് പൊട്ടാറില്ല. പക്ഷേ ചില കേസുകളിൽ ടൈൽ ക്രാക്കിങ്, അതായത് ആദ്യം ഉണ്ടാവുന്ന ക്രാക്ക് ടൈലിലേക്കാണ് വരിക. അതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, ഈ വളരെ ഒച്ചയോടെ അല്ലെങ്കിൽ ശബ്ദത്തോടെ ടൈൽ പൊട്ടുന്ന ഫ്ലാറ്റുകൾക്ക് കാണുന്നൊരു സാധ്യത, അത് തെർമൽ എക്സ്പാൻഷൻ മൂലമാണ്. ചൂട് എയർ വോയിഡ്സിലൂടെ ചൂട് കൂടി ആ ചൂട് അതിൻ്റെ പ്രഷർ മൂലം അല്ലെങ്കിൽ ഈ ടൈലുകൾ പൊട്ടുന്ന അവസ്ഥ. പിന്നെ ഈ ടൈലുകൾ പൊട്ടുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസ്റ്റലേഷൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ പോരായ്മയാണ്. സ്കിൽഡ് ആയിട്ടൊരു ടൈൽ മേസൺ അല്ല ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് അഡ്ഹസീവ് ഉപയോഗിക്കുന്നില്ല. ഈ ഉപയോഗിക്കുന്ന അഡ്ഹസീവുകൾ പഴയ കാലങ്ങളിൽ മോട്ടാറിലാണ് ഉപയോഗിച്ചിരുന്നത്. മോട്ടാർ ഉപയോഗിക്കുന്നപ്പോൾ തന്നെ ഇന്ന് അഡ്ഹസീവിലാണ് ഉപയോഗിക്കുന്നത്. പ്രോപ്പർ കപ്പാസിറ്റി ഇല്ലാത്ത, സ്റ്റിക്കിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത അഡ്ഹസീവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടൈല് സ്റ്റിക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ഇന്നത്തെ ടൈലുകളുടെ സൈസിനനുസരിച്ചിട്ടുള്ള പശകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ 1 അടി സ്ക്വയറിൽ ടൈലുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 അടിയായി, 4x2 ആയി, വലിയ സ്ലാബ് സൈസ് വരെ ടൈൽ അവൈലബിൾ ആയി. അപ്പോൾ ഈ സ്ലാബ് സൈസ് വരുന്ന ടൈലുകൾക്ക് നമ്മൾ പശ ഇടുമ്പോൾ ഇല്ലെങ്കിൽ മോട്ടാറിൽ പരിക്കിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ആ ഇംപ്രോപ്പറായിട്ട് ഒരു ഇൻസ്റ്റലേഷൻ നടത്തിയാൽ തീർച്ചയായിട്ടും ടൈൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ള കാര്യമാണ് ഇതിന്റെ സബ് സർഫസ്. ഇപ്പോൾ നമ്മൾ പരിക്കൻ കൊണ്ടാണ് ഇടുന്നതെങ്കിൽ പ്രോപ്പറായി ആ സർഫസ് ട്രീറ്റ് ചെയ്തിട്ടല്ല. ഇപ്പോൾ നമ്മൾ സാധാരണ വർക്കൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് നടത്തിയതിൻ്റെ വേസ്റ്റൊക്കെ ഈ ഫ്ലോറിലുണ്ടാവും. ഇത് പ്രോപ്പറായിട്ട് ചിപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ബോണ്ട് ചെയ്തിട്ട് പരിക്കനിട്ട് മോട്ടാറിട്ട് അതിലാണ് ടൈൽ ഒട്ടിക്കേണ്ടത്. അതേസമയം പശ ഒട്ടിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ സർഫസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. ചില കേസുകളിൽ ഭിത്തികളിൽ ടൈൽ ഒട്ടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റിനോവേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ. പഴയ പെയിന്റിന്റെ പുറത്തൊക്കെ ടൈൽ ഒട്ടിച്ച് വെച്ചാൽ തീർച്ചയായിട്ടും അത് അതിന്റെ ബോണ്ടിങ് കപ്പാസിറ്റി അല്ല അഡ്ഹസീവ് കപ്പാസിറ്റി മാറി അത് പൊളിഞ്ഞു വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സർഫസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് മോയ്സ്ചർ ഇഷ്യൂ, നനവ്, ഈർപ്പം കയറുക. ഈ ടൈൽ ജോയിന്റ് ഫില്ലർ നമുക്കറിയാം. പണ്ട് ജോയിന്റ് ഫ്രീ ടൈൽ എന്നൊക്കെ പറഞ്ഞാൽ പോലും ചെറിയ രീതിയിൽ ജോയിന്റ് ഉണ്ടാക്കി അതിലൂടെ വാട്ടർ അകത്തേക്ക് കയറുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാട്ടറിന്റെ അകത്തേക്കുള്ള യാത്ര ശരിക്കും പരിക്കലിലും പശയിലും ലോങ് ടൈമിൽ ഫാറ്റീഗ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഫാറ്റീഗ് മൂലം ടൈൽ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഇന്ന് ഏറ്റവും നല്ല എപ്പോക്സി ഗ്രൗട്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല സ്ട്രെങ്ത് ഉള്ള എപ്പോക്സി ഗ്രൗട്ടുകൾ ഉപയോഗിച്ച് ഈർപ്പം മൂലം ടൈലുണ്ടാവുന്ന ദീർഘകാലമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ഇഷ്യൂ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ള കാര്യം വെച്ചാൽ ലോഡ് ഇഷ്യൂസാണ്. ഇപ്പോൾ ഒരു ടൈലിൽ നമുക്ക് കയറ്റാവുന്ന ലോഡുണ്ട്. ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽസ്, ഫർണിച്ചേഴ്സ്, ഇത് തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ടൈൽ ലോഡിങ് എടുക്കുക. അതിൽ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ കയറ്റുകയോ ഇല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ ലോഡിനുണ്ടാവുന്ന ഏതെങ്കിലും ഫെയിലിയറോ നമുക്ക് ടൈലിന്റെ ക്രാക്കിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ടൈലുകൾ പലതരം, പല സൈസ്, പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, പല രീതിയിൽ നമുക്ക് അത് ഫിക്സ് ചെയ്യാം. എങ്കിൽ തന്നെയും പൊട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ടൈല് ഫിക്സ് ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ വലിയ ക്രാക്കുകളാണ് വരുന്നതെങ്കിൽ ഒരു സ്ട്രക്ചറൽ കൺസൾട്ടന്റ് സഹായമെടുത്ത് അതിൻ്റെ സ്ട്രക്ചറൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വേണം അത് സോർട്ട് ഔട്ട് ചെയ്യാൻ.